ഇന്ന് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആരുമായിട്ടെന്നല്ലേ, നമ്മുടെ സ്വന്തം കണിക്കുന്ന. ഹലോ കണിക്കുന്ന. ഹലോ, സുഖാണോ? സുഖം തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കൊന്ന എന്നുള്ള വിളി നിങ്ങൾ ആദ്യം നിർത്തണം. കോൾ മീ കാസിയ ഫിസ്റ്റുല. കാസ്റ്റിയ ഫിസ്റ്റുലെ Yeah. കൊന്നമരം എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും സങ്കടം, ബുദ്ധിമുട്ടുണ്ട്? ഞാൻ ആരെങ്കിലും കൊന്നതായിട്ട് നിങ്ങൾ കണ്ടോ? എന്താണ് ബുദ്ധിമുട്ട്? വർഷങ്ങളായി ഞാൻ ഈ പേര് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പുറകിൽ ഐതിഹ്യം കാരണമാണല്ലോ. ഐതിഹ്യം എന്തോ ആവട്ടെ, എന്നെ അങ്ങനെ പറയൂ. ഇപ്പൊ നിങ്ങളെ കൊന്നു എന്ന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഓ ശരിയാ, സങ്കടം തോന്നും. അത് Yeah. ഓർത്തില്ല. സോ ഈ പ്രാവശ്യം മുതൽ, ഈ 2026 മുതൽ നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കാസിയ ഫിസ്റ്റുല എന്ന് എന്നെ വിളിക്കണം. നമ്മള് വിഷുക്ക് നോക്കുമ്പോ കൊന്നപ്പൂവിനെ കാണാറില്ല. നിങ്ങൾ എന്റെ സമയം തെറ്റി പോക്കുന്നത്? സൗകര്യമില്ല എന്നിട്ട്. അതെന്താ, നിങ്ങൾ പ്ലാസ്റ്റിക് ലോബിയായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് എന്നിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഈ ക്ലൈമറ്റ് എത്ര മാറിയിരിക്കുന്നു. ചൂട് സമയത്താണ് ഞാൻ പൂക്കാറ്, ഇപ്പൊ ചൂടാണ് ഞാൻ പൂത്തു. വിഷു വരും പോകും, അതെന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നത് മനുഷ്യനാണ് ഇതിന്റെ കാരണം എന്നാണ്? സംശയമുണ്ടോ? സംശയം ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല, അതിന് കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ തെറ്റ് സമ്മതിക്കില്ല കേട്ടോ. Why? നിങ്ങളല്ലേ പൂക്കേണ്ടത്? നോ, ഞാൻ ചൂട് വരുമ്പോൾ ഞാൻ പൂക്കും. അപ്പൊ നിങ്ങൾ വിഷു വെക്കണം, ഞാനല്ലല്ലോ കലണ്ടർ ഉണ്ടാക്കുന്നത്. എനിക്ക് വേറൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സെലിബ്രിറ്റി PR തരംഗം നിങ്ങളുടെ പുറകെ വരുന്നുണ്ടെന്നുള്ളത്? യെസ്, വിഷു സമയമാകുമ്പോൾ ആൾക്കാര് എന്നെ അന്വേഷിച്ചു വരും. അല്ലാത്ത സമയത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് കറിവേപ്പിലയുമായിട്ട് എന്തെങ്കിലും സാമ്യം? ആവശ്യം കഴിയുമ്പോൾ എടുത്തു കളയുക? ഞങ്ങൾ ഒരു ഡിസ്റ്റൻസ് റിലേറ്റീവ് ആണ്. കാരണം ആവശ്യത്തിന് മാത്രം ഞങ്ങൾ യൂസ് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ എടുത്ത് എറിയുന്നു. മറ്റേ ഫണ്ണി. നോട്ട് ഫണ്ണി, നമ്മുടെ സ്വന്തം കണിക്കൊന്ന പൂവിനൊരു കോമ്പറ്റീഷൻ ഇല്ലേ, കണിക്കൊന്നയുടെ ഡ്യൂപ്പ് പ്ലാസ്റ്റിക്. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടോ? ഇപ്പൊ പ്ലാസ്റ്റിക് പൂവിന്റെ, അതായത് ഡ്യൂപ്പ് പ്ലാസ്റ്റിക് പൂവിന്റെ ഉത്ഭവം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ? നെവർ. കാരണം OG ഈസ് ഓൾവേസ് OG. ആര് വന്നാലും പോയാലും എന്നെ അത് ബാധിക്കില്ല. സി, ഇപ്പൊ തന്നെ എത്ര ആൾക്കാരാണ് എന്റെ മരത്തിന്റെ അവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ എന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്.